നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളകിന് വിൽപ്പനക്കാർ കുറഞ്ഞത് അന്തർ സംസ്ഥാന വാങ്ങലുകാരെ നിരക്കുയർത്താൻ പ്രേരിപ്പിച്ചു. ഹൈറേഞ്ചിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും നാടൻ മുളകിന് വിൽപ്പനക്കാർ കുറവാണ്. അതേസമയം ഇറക്കുമതി ചരക്ക് ദക്ഷിണേന്ത്യൻ മുളകുമായി കലർത്തി ഒരു വിഭാഗം വിൽപ്പനയ്ക്ക് രംഗത്തുണ്ടെങ്കിലും ഇത്തരം കുരുമുളകിന് വ്യാവസായിക ഡിമാൻഡ് കുറവാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 70,300 രൂപയായി ഉയർന്നു. കൊക്കോ വിലയിൽ 13% വർധനവ്. ആഗോള വിപണിയിൽ കൊക്കോ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ വ്യവസായികൾ മുൻകൂർ കച്ചവടങ്ങൾക്ക് മത്സരിക്കുന്നു. കഴിഞ്ഞ രാത്രി ന്യൂയോർക്ക് എക്സ്ചേഞ്ചിൽ കൊക്കോ വില ഒറ്റയടിക്ക് 13% വർദ്ധിച്ചു. 2024 ശേഷം ആദ്യമാണ് ഉൽപ്പന്ന വില ഒറ്റ ദിവസം ഇത്തരത്തിൽ മുന്നേറുന്നത്. രാജ്യാന്തര വിപണിയിൽ കൊക്കോ വില ടണ്ണിന് $4,285 നിന്നും $4,801 വരെയും കുതിച്ചു. എൽ നിനോ കാലാവസ്ഥാ പ്രതിഭാസം മൂലം ഉൽപ്പാദനം ചുരുങ്ങുമെന്നാണ് വിലയിരുത്തുന്നത്. കൊക്കോ കൃഷിയിൽ മുൻനിരയിലുള്ള പശ്ചിമ ആഫ്രിക്കയിലും ഇക്വഡോറിലും ഇന്തോനേഷ്യയിലും ഉൽപ്പാദനം കുറയുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പരിഭ്രാന്തരായ ഊഹക്കച്ചവടക്കാർ മുൻകൂർ വിൽപ്പനകൾ തിരിച്ചുപിടിക്കാൻ പരക്കം പാഞ്ഞു. ലഭ്യത കുറവ് കണക്കിലെടുത്ത് ഒരു വിഭാഗം ഓപ്പറേറ്റർമാർ പുതിയ വാങ്ങലിന് രംഗത്തിറങ്ങാൻ സാധ്യത. മുൻവാരം ഇതേ കോളത്തിൽ സൂചന നൽകിയതാണ് കൊക്കോ $5,100 സഞ്ചരിക്കുമെന്ന്. അന്താരാഷ്ട്ര കൊക്കോ വിപണി തിളച്ചു മറിയുകയാണെങ്കിലും ഇന്ത്യൻ ചോക്ലേറ്റ് ഭീമന്മാർ ആഭ്യന്തര വില ഇനിയും ഉയർത്തിയിട്ടില്ല. ഉൽപ്പാദകരിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊക്കോ കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് വ്യവസായികൾ. പച്ച കൊക്കോ കിലോ 110 രൂപയിലും കൊക്കോ പരിപ്പ് 310 രൂപയിലുമാണ്. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.